കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളം ഏറെ വേദനയോടുകൂടി ചർച്ച ചെയ്യുന്ന സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസ്ഥാന MSF കമ്മിറ്റി മാധ്യമങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചത്. ആ കൊലപാതകത്തിൻ്റെ പിറകിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ചാനലുകളിൽ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കൂടുതലായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഭീകരമായ എല്ലാ രൂപങ്ങളും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞൊരു വാചകമുണ്ട്. 3 ദിവസത്തോളമായി ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മധുവിൻ്റെ കൊലപാതകം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്ന പോലെ ഒരു വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിക്കകത്ത് പൂട്ടിയിട്ട് 2-3 ദിവസം ഭക്ഷണമോ ഏതെങ്കിലും തരത്തിലുള്ള പാനീയങ്ങളോ നൽകാതെ അതിക്രൂരമായ ഉത്തരേന്ത്യൻ ക്യാമ്പസിൽ പോലും ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. ഉത്തരേന്ത്യൻ തെരുവുകളിൽ നമ്മൾ കാണുന്നതിന് സമാനമായ ക്രൂരമായൊരു കൊലപാതകമാണ് കേരളത്തിൽ വയനാട് ഈ കൽപ്പറ്റയിലെ പൂക്കാട് വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടന്നിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങൾ ചർച്ചകളിൽ നിരന്തരമായി പറയുന്നുണ്ട് 130 വിദ്യാർത്ഥികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ അക്രമം നടക്കുന്നത്, ഈ വിദ്യാർത്ഥികൾ കേരളത്തിന് അപമാനമാണ് എന്നൊക്കെ അവതാരകർ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, കേരളീയ സമൂഹത്തോട് പറയുന്നത്, ഞങ്ങൾ ഈ കണ്ടു നിന്ന വിദ്യാർത്ഥികളെ കുറ്റപ്പെടുന്നവരല്ല. കാരണം എന്താണ് ഇവർ സാക്ഷി പറഞ്ഞാൽ ക്യാമ്പസിൽ സംഭവിക്കുക എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. SFI എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഇതിന് സാക്ഷി പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സംഭവം പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ തല കൊയ്യും എന്നടക്കം പറഞ്ഞ ഡയലോഗുകൾ അവിടുത്തെ വിദ്യാർത്ഥികൾ സ്വകാര്യമായി നമ്മളോട് പറയുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ഭീകരവും ക്രൂരവും, എന്നാൽ കൊലപാതകം ചെയ്തു കഴിഞ്ഞിട്ട് പോലും ഈ അക്രമികളുടെ സ്വഭാവത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ഇനിയും നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ നിങ്ങൾക്കും ഇതേ സാഹചര്യം ഉണ്ടാകും എന്ന രൂപത്തിലേക്കുള്ള ചില പരാമർശങ്ങളാണ് ഈ കൊലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രധാനമായും 3 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ഈ കേസ് അടിയന്തരമായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് MSF ആവശ്യപ്പെടുന്നു. അതല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ കേസിൻ്റെ അന്വേഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടിലേതെങ്കിലും ഒന്നിന് സർക്കാർ തയ്യാറാകണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളത് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഈ കൊലപാതകത്തെ ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിൽ അതിനുവേണ്ടി ശ്രമം നടത്തിയെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നു. മാത്രമല്ല, പ്രതികളിൽ ഞങ്ങളിൽ പെട്ടവരാണ് എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കുറ്റസമ്മതം നടത്തുന്നിടത്ത് ഈ കേസ് എത്തി നിൽക്കുകയാണ്. ഈ 4 പേർ ഞങ്ങളിൽ പെട്ടവരാണ് എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതിലെ മുഴുവൻ പ്രതികളും, പ്രധാന പ്രതികൾ മുഴുവൻ SFIയുടെ നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരുമാണ് എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രധാന പ്രതിയായ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ആ പ്രധാന പ്രതി അഖിലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംഘടനാ സ്രോതസ് വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത പട്ടാമ്പി കൊപ്പം മേഖലയിൽ ഞങ്ങൾ അന്വേഷിച്ചു. ഇദ്ദേഹം അവിടുത്തെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ മകനാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലൊരു മെമ്പറുടെ മകനാണ്. അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജോലിക്കാരനായിട്ടുള്ള ഒരാളുടെ മകനാണ്. ഇവിടുത്തെ PKS എന്ന് പറയുന്ന CPMൻ്റെ പോഷക ഘടകത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ മകനാണ്. ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു പാർട്ടി ഓഫീസിനകത്ത് വെച്ചാണ്. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിനകത്ത് വെച്ചാണ്. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തു? ഞങ്ങൾക്ക് വിവരങ്ങൾ പോലീസുമായി ആരാഞ്ഞപ്പോൾ പോലീസ് അതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഫോൺ കട്ട് ചെയ്ത് പോവാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ പോലീസ് വളരെ കൃത്യമായി CPM നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെട്ട ഈ കേസിനകത്ത് അവരെ രക്ഷപ്പെടുത്താൻ, SFI നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, അവിടുത്തെ അധ്യാപകർ, ഡീൻ, അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഇവരൊന്നും ഇതുവരെ കൃത്യമായി പോലീസിനോടോ പൊതുസമൂഹത്തോടോ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ആ വസ്തുതകളെ വളച്ചൊടിക്കാനോ തേച്ചുമാച്ചു കളയാനോ ഉള്ള ആസൂത്രിതമായ ശ്രമം ഇവർ നടത്തുന്നു എന്നിടത്തു നിന്നും, അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥിനെതിരെ ഒരു കള്ളപ്പരാതി, ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരു കള്ളപ്പരാതി എഴുതി വാങ്ങിക്കൊണ്ട് ഈ കേസിൽ സിദ്ധാർത്ഥിനെതിരെ പരാതി ഉണ്ടായിരുന്നു, മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ സുതാര്യമാകും എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ കേസ് അടിയന്തരമായി ഒരു ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ ഇതിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമോ നടത്തണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്.